അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മളെല്ലാവരും റജബിൻ്റെ തിളക്കത്തിലാണ് അല്ലേ? റജബ് വന്നപ്പോഴേക്കും എന്താണ് നമ്മുടെ സന്തോഷം? ഇനി വരാൻ പോകുന്നത് ഷഅബാൻ, റമളാൻ. സന്തോഷം ഇരട്ടിക്കുന്നു അല്ലേ? അപ്പം അതിൻ്റെ മുന്നോടിയായി നമ്മൾ അറിഞ്ഞും അറിയാതെയും കുറച്ച് തെറ്റുകൾ നമ്മളിൽ വന്നു പോകാറുണ്ട്. അതൊന്ന് തിരുത്താം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അതും കൂടെ തിരുത്തിയിട്ട് നമുക്ക് റജബിനെ അങ്ങോട്ട് വരവേൽക്കാം അല്ലേ? ജീവിതത്തിൽ അത്രക്കും വലിയ തെറ്റ് എന്ന് പറഞ്ഞാൽ എന്നാലോ വലിയ തെറ്റാണേന്. അപ്പം അത് കുറച്ച് സംശയങ്ങളൊക്കെയാണ്. അപ്പം അതൊക്കെ നമുക്ക് തിരുത്തിയിട്ട് നമുക്ക് റജബിനെയും ഷഅബാനെയും റമളാനെയൊക്കെ വരവേൽക്കാം. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, കുളിയുടെ വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പം അതിൽ കുറച്ച് പേർക്കൊക്കെ സംശയമുണ്ട്. അപ്പം അതൊന്ന് തീർക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കൊക്കെ അറിയാം. പക്ഷെ നമ്മൾ വലിയ വലിയ ഉസ്താദുമാരെ ഇത് കേൾക്കുമ്പോൾ നമുക്കൊന്നും അറിയില്ല. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത്, മദ്രസയിൽ പഠിച്ചത് അതല്ല ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അപ്പം അതൊന്ന് തിരുത്താം എന്ന് ഉദ്ദേശിച്ചു. അപ്പം അതെന്താണെന്ന് നോക്കാം നമുക്ക്. അത് ഒന്നാമത്തെ സംശയം, ആർത്തവ സമയങ്ങളിൽ നഖം, മുടി എന്നിവ നീക്കാൻ പറ്റുമോ? അത് നീക്കാൻ പാടില്ല. ഈ നഖം, മുടി എന്ന് പറയുമ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ വൃത്തിയാക്കണം. നഖം. പിന്നെ മറ്റേ രഹസ്യ രോമങ്ങൾ, അത് 40 ദിവസമാണ് അതിന് കണക്കുള്ളത്. ആ 40 ദിവസം കഴിഞ്ഞാൽ അത് നമ്മളെ ശപിച്ചുകൊണ്ടിരിക്കും. അതുപോലെ നഖം മുറിക്കൽ ഒരാഴ്ച അല്ലെങ്കിൽ 2ാമത്തെ ആഴ്ച എന്തായാലും നഖം മുറിക്കണം. ഈ നഖമൊക്കെ വളർത്തുന്നവരുണ്ടല്ലോ, നഖം വളർത്തുമ്പോൾ നഖം വളർത്തുന്നവരുടെ ഉമ്മാനോട് എന്തെങ്കിലും ചെറിയ ഒരു ദേഷ്യം അവർക്കുണ്ടാവും. അതാണ് പറയുന്നത്. നമ്മൾ ഓരോ കിതാബുകളിലൊക്കെ നോക്കുമ്പോൾ മക്കൾക്ക് ഉമ്മാനോട് ദേഷ്യം, ഉള്ളിൽ എന്തെങ്കിലും ചെറിയ ദേഷ്യം ഉള്ളവർ നഖം മുറിക്കാൻ താമസിക്കും. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പം നമുക്കിപ്പോൾ കണ്ടാൽ തോന്നും നമ്മുടെ മക്കൾ നമുക്ക് നല്ല സ്നേഹത്തിലാണ്. അതാണ് അതിൻ്റെ അടിത്തറ വരുന്നത്. അപ്പം അതുകൊണ്ട് നഖവും മുടിയെല്ലാം നമ്മൾ എപ്പോഴും വൃത്തിയാക്കിയിരിക്കണം. മെൻസസ് വരാനോ ആർത്തവം ഉണ്ടാകാനോ കാത്തു നിൽക്കരുത്. അതിൻ്റെ മുന്നേ നമുക്ക് സമയമുണ്ടാവുമല്ലോ. ചിലവർക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ആർത്തവം ഉണ്ടാവും. അതുവരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ മെൻസസ് സമയങ്ങളിൽ നഖം, മുടി എന്നിവ നീക്കാൻ പാടില്ല. എന്നാൽ നമ്മുടെ നഖം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചീന്തി നിൽക്കാറുണ്ട് അല്ലേ? തള്ളവിരലിലും ഈ വിരലിലൊക്കെ ആയിട്ട് നഖം ഒന്ന് പൊട്ടിയിട്ടൊക്കെ നിൽക്കാറുണ്ട്. അത് എടുത്തു മാറ്റുന്നതുകൊണ്ട് വിരോധമില്ല. അല്ലാതെ നഖവും മുടിയും കളയാൻ പാടില്ല. ആ മുറിച്ച് മാറ്റിയ നഖം ഉണ്ടല്ലോ, പൊട്ടിച്ചീന്തിയത് ഒരു ചെറിയ കഷ്ണമെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ കുഴിച്ചിടണം. പൊതുവേ നമുക്ക് സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്. നമ്മുടെ മുടിയും നഖമൊക്കെ മുറിച്ച് അങ്ങ് ചിലപ്പോൾ പരസ്യമാക്കി അങ്ങ് കളയും. അല്ലെങ്കിൽ അത് എവിടെയെങ്കിലുമൊക്കെ അശ്രദ്ധ മൂലം ഇടും. ചിലവർ പറയുന്നേക്കാം അത് നമ്മളെ വളപ്പിൻ്റെ പുറത്തായാൽ കുഴപ്പമില്ല. അതങ്ങനെയൊന്നുമല്ല. ഇത് മെൻസസ് ഉള്ളവർക്ക് മാത്രമുള്ളതല്ല കേട്ടോ. നമ്മൾ സ്ത്രീകൾ മുടിയും നഖവും എപ്പോൾ ഒഴിവാക്കിയാലും അത് കുഴിച്ചിടണം. കുഴിച്ചിടൽ നിർബന്ധമാണ്. അല്ലാതെ അത് അശ്രദ്ധ മൂലം അവിടെ ഇവിടെ ഇടൽ ഹറാമാണ്. പിന്നെ 2ാമത്തെ ചോദ്യം, ആർത്തവ സമയത്ത് നഖം, മുടി എന്നിവ എടുത്ത് വെച്ച് കുഴിച്ചിടാൻ പറ്റുമോ? അത് ആർത്തവ സമയത്ത് നഖം, മുടിയൊക്കെ ഒന്നിച്ചെടുത്ത് വെച്ച് കുഴിച്ചിടാൻ നിൽക്കരുത്.
അത് നമ്മൾ അശ്രദ്ധ കാരണം എവിടെയെങ്കിലും വെച്ചിട്ട് പാറി വന്ന് ഭക്ഷണത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനോട് ഉടനെ തന്നെ നമ്മളത് കുഴിച്ചിടേണ്ടതാണ്. ഞാനൊരു പെൺകുട്ടിയുടെ അനുഭവം പറയാം. ഉദാഹരണത്തിന്, ആ പെൺകുട്ടി സാലിഹത്തായൊരു പെൺകുട്ടിയായിരുന്നു. അവളും ഭർത്താവും നല്ല ഐക്യത്തിലായിരുന്നു, നല്ല റാഹത്തിലുള്ള ഒരു ജീവിതമായിരുന്നു. പക്ഷെ ആ പെൺകുട്ടിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. മെൻസസ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും മുടി ചീകിയാലും മുടി അവൾ അശ്രദ്ധ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ചുരുട്ടി വെക്കുന്ന സ്വഭാവം. അത് വീട്ടുകാർ അവളെ ഉപദേശിച്ചു. അവൾ അത് അത്ര ഉൾക്കൊണ്ടില്ല, ശ്രദ്ധിച്ചില്ല. എന്നിട്ട് ഭക്ഷണത്തിലെല്ലാം മുടി വീഴാൻ തുടങ്ങി. അങ്ങനെ വീട്ടുകാർ വിഷമത്തിലായി. പലതവണ ഭക്ഷണത്തിൽ നിന്ന് മുടി കിട്ടി. വീട്ടുകാർ ഈ പെൺകുട്ടിയെ ഉപദേശിച്ചു. അവൾ അപ്പോഴും അതിനൊരു ശ്രദ്ധ കൊടുത്തില്ല. അങ്ങനെ അവർ തമ്മിൽ ആ ബന്ധം പിരിയേണ്ടി വന്നു. അതാണ് നമ്മുടെ ശ്രദ്ധ കേട് എന്ന് പറഞ്ഞത്. മുടി തലയിൽ ഉള്ളപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. എന്തോ ഒരു ഭംഗിയുള്ള മുടിയാണ്. അതുകൊണ്ടാണല്ലോ തട്ടമിടാതെല്ലാം നടക്കുന്നത്. പക്ഷേ ആ മുടി തലയിൽ നിന്ന് ഒരു മുടി പോന്നാൽ, ഭക്ഷണത്തിൽ നിന്ന് മുടി കിട്ടിയാൽ ചില ആളുകൾ ആ ഭക്ഷണം എടുത്ത് എറിയും. കുറച്ച് വാശിയും ഇതൊക്കെ ഉള്ള ആളുകളാണെങ്കിലേ, ദേഷ്യമൊക്കെ ഉള്ള ആളുകളാണെങ്കിലേ, അവർക്ക് മുടി കിട്ടിയാൽ അവർ ആ ഭക്ഷണം അങ്ങ് തട്ടിക്കളയും. അതെങ്ങനെ പതിവായി വന്നപ്പോൾ അത് അത്ര രസമുള്ള കാര്യമല്ലല്ലോ. അപ്പം നമ്മൾ മുടി ശ്രദ്ധിക്കുക. ചില ആണുങ്ങൾക്ക് അതൊരു വിഷയം ഉണ്ടാവില്ല. അപ്പം നമ്മളെല്ലാം, അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നായാലും ആരുടെ വീട്ടിൽ നിന്നായാലും മുടി, പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവിടെ മുടി ഉണ്ടാവില്ലേ. ഇനിയിപ്പോൾ ആണുങ്ങളതായാലും മുടി പാറി വന്ന് ഭക്ഷണത്തിൽ വീഴും. ഈ ഫാനും കാറ്റിനൊക്കെ മുടി വന്ന് വീഴുമല്ലോ ഭക്ഷണത്തിൽ. അപ്പം അതുകൊണ്ട് മുടി അവിടെ ഇവിടെയും അശ്രദ്ധ കാരണം ചുരുട്ടി വെക്കരുത്. അത് നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാക്കും ചെയ്യും, അങ്ങനെ മുടി വെക്കുന്നത് കൊണ്ട്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കന്നെ വേണം. പിന്നെ മൂന്നാമത്തെ ചോദ്യം, മുടി നഖം ക്ലോസറ്റിൽ ഇടാമോ എന്നാണ്. മുടി നഖം ക്ലോസറ്റിൽ ഇടൽ ഹറാമല്ലെങ്കിലും അത് കുഴിച്ചിടുന്നതാണ് നല്ലത്. ക്ലോസറ്റിലൊക്കെ മുടി പോവാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെണ്ണുങ്ങളെ മുടിയാവുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാവുമല്ലോ. ഒരു മുടി 2 മുടി എന്നല്ലല്ലോ. അപ്പം അത് കുഴിച്ചിടുന്നതാണ് നല്ലത്. ക്ലോസറ്റിൽ ഇടൽ ഹറാമല്ലെങ്കിലും കുഴിച്ചിടുന്നതാണ് നല്ലത്. പിന്നെ നാലാമത്തെ ചോദ്യം, ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. മുടിയും നഖവും എന്താണ് ചെയ്യേണ്ടത്? ഫ്ലാറ്റിൽ താമസിക്കുന്നവർ മുടി എടുത്തു വെച്ച് ആഴ്ചയിലോ ഒക്കെ അവർ പുറത്ത് പോകുമല്ലോ. പുറത്ത് പോകുന്ന സമയത്ത് അവർ അത് കുഴിച്ചിടേണ്ടതാണ്. കുഴിച്ചിടൽ നിർബന്ധമാണ്. അത് പുറത്ത് ഇട്ടുകൂടാ. പിന്നെ അഞ്ചാമത്തെ ചോദ്യം, നഖം മുടി കുളിക്കുമ്പോൾ പ്രത്യേകം കഴുകി കുഴിച്ചിടേണ്ടതുണ്ടോ? ആർത്തവ സമയത്ത് പോന്ന മുടിയും നഖവും അത് പ്രത്യേകിച്ച് കഴുകേണ്ടതില്ല. അത് അപ്പോൾ എടുത്ത് കുഴിച്ചിട്ടാൽ മതി, കഴുകേണ്ട ആവശ്യമില്ല. അതുപോലെ അതിന് നിയ്യത്ത് വെക്കേണ്ട ആവശ്യവുമില്ല. കുഴിച്ച് മൂടൽ നിർബന്ധമാണ്. അത് ഞാൻ പല തവണ പറയുന്നത് എന്താണ്, അത് മറക്കാതിരിക്കാൻ. അത്രയും ഹറാമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കുറ്റമാണല്ലോ. നമ്മളെ ജീവിതത്തിൽ സാധാരണ വന്നു പോകുന്നതാണ്. അപ്പം നമ്മളൊക്കെ അവിടെ ഇവിടെയൊക്കെ മുടിക്കെട്ട് കാണും അല്ലേ. അപ്പം ഞാനടക്കം നമ്മളെല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ നമുക്ക് വലിയ തെറ്റ് നമ്മളടുത്ത് അതാവും, അറിവില്ലാത്തതിൻ്റെ പേരിൽ. പിന്നെ അറിഞ്ഞിട്ട് അശ്രദ്ധ മൂലവും
അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് എത്ര എത്ര കൂലിയാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. നല്ല നല്ല മാസങ്ങളൊക്കെ അല്ലേ വരുന്നത്. പിന്നെ 15 ദിവസത്തിലധികം ഉണ്ടാകുന്ന ആർത്തവം, ആ സമയത്ത് നഖവും മുടിയൊക്കെ കളയാവുന്നതാണ്. എങ്ങനെ കുഴിച്ചുമൂടാ? ദേഹത്തുനിന്ന് ഒഴിവാക്കാം. നമ്മളിപ്പോൾ എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ 15 ദിവസം കഴിഞ്ഞാൽ അത് ഇസ്തിഹാലത്താണ്. അപ്പം അത് രോഗമാണ്. അതുകൊണ്ട് ആ മുടിയും നഖവും നീക്കം ചെയ്യാവുന്നതാണ്. അതുപോലെ ഭാര്യ ഭർത്തൃ ബന്ധം അനുവദനീയമാണ്. പിന്നെ ഇസ്തിഹാലത്ത് രക്തം എന്ന് പറയുമ്പോൾ ഗർഭാശയം മൂലമുണ്ടാകുന്ന രക്തമാണല്ലോ. ചിലപ്പോൾ ചിലവർക്ക് മുഴ ഉണ്ടാവും, ചിലവർക്ക് കുമിള ഉണ്ടാവും. അതുപോലെ പല ഇതിലാണ് ഇപ്പോൾ വരുന്നത്. നമ്മൾ 35 വയസ്സ് കഴിഞ്ഞാൽ ഏകദേശം 100% 85 അല്ല 90% പെണ്ണുങ്ങൾക്കും സ്ത്രീകൾക്കും ഗർഭാശയ രോഗമാണ്. ഒരു 35 വയസ്സ് വരെ ഏതൊരു പെണ്ണിനും ഒരു നല്ലൊരു ജീവിതം കിട്ടുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് അവർ ഓരോ കാരണം കൊണ്ട് അവർ രോഗികളായി. അതിൽ പെടുന്നതാണ് ഈ ഗർഭാശയ രോഗം. അപ്പം ആ സമയത്ത് വരുന്ന ബ്ലീഡിങ്ങിനാണ് ഇങ്ങനെ പറയുന്നത്, രോഗമായി നമ്മൾ കാണുന്നത്. അതാണ് ഇസ്തിഹാലത്ത്. ആ സമയത്ത് നമ്മൾ ബാങ്ക് കൊടുത്ത് എന്നറിഞ്ഞാൽ ഉടനെ വെച്ച് കെട്ടി നിസ്കരിക്കേണ്ടതാണ്. നിസ്കാരവും നോമ്പും എല്ലാ ഇബാദത്തും നമ്മൾ ചെയ്യണം. പക്ഷെ നമ്മൾ സ്ത്രീകൾക്ക് എന്ത് കേട്ടാലും അതിൽ സംശയമാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് സംശയമാണ്, അതെങ്ങനെ ശരിയാവുമോ? രക്തം പോയിക്കൊണ്ട് നിൽക്കല്ലേ, അത് അങ്ങനെ പോകുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നിസ്കാരം അങ്ങ് കളാക്കാൻ പറ്റില്ലല്ലോ. അതാണല്ലോ പറഞ്ഞത്, വെച്ച് കെട്ടി ബാങ്ക് കൊടുത്ത ഉടനെ ഒളു എടുത്ത് നിസ്കരിക്കുക. അള്ളാഹുവിൻ്റെ വിധിയല്ലേ, അത് നമുക്ക് തടുക്കാൻ കഴിയില്ലല്ലോ. അള്ളാഹുവിൻ്റെ വിധിയിൽ നമ്മൾ ഉറപ്പിച്ച് ആ ഇബാദത്തുകൾ നമ്മൾ ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാം. ഈ തെറ്റുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. ഞാനടക്കം എല്ലാവരും ഇതുപോലത്തെ ചെറിയ ചെറിയ തെറ്റുകൾ എല്ലാം ഒഴിവാക്കി നല്ലൊരു മാസങ്ങളാണ് വരുന്നത്, അതിലേക്ക് കടക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണം. എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവരും ദുആ ചെയ്യണം എന്ന വസിയത്തോടെ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും. ഇത് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യണം, എല്ലാവർക്കും എത്തിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ കമൻറ്റ് ഒക്കെ വാട്സപ്പിലാണ് കൂടുതൽ വരുന്നത്. അങ്ങനെയുള്ളവർ അങ്ങനെ അയക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.